രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് കാബേജും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആകുമ്പം സവാളയും കൂടെ അരിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ആ സവാള ഇച്ചിരി ഒന്ന് വാട്ടിയെടുത്തു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇന്നലെ അരിഞ്ഞ് വെച്ചിരുന്ന ആ ക്യാപ്സിക്കവും ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒത്തിരി അങ്ങ് വഴടരണ്ട, ആ പച്ചപ്പൊന്ന് മാറിയൊന്ന് വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിലൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്തു. അപ്പോഴത്തേക്കിന് ചായയൊക്കെ റെഡിയായി. ഇനി ചായ കുടിക്കാൻ എടുക്കട്ടെ. പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വന്നോണം. ഞാനിതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, സ്വല്പം മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്ത്. അപ്പോൾ ഇച്ചിരി അടച്ചു കൊടുത്തോണ്ടേ മസാലയൊക്കെ മൂത്ത് വന്ന് അപ്പോൾ അടിയിലൊന്ന് ഇച്ചിരി ഒന്ന് പിടിച്ചതുകൊണ്ട് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസും സ്വല്പം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് അന്നേരമാണ് ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പീസുകളാക്കിയ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് 2 സ്പാച്ചിൽ കൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ആദ്യം കുറച്ച് നേരം ഞാനൊന്ന് അടച്ചു കൊടുത്ത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് ഇളക്കിയത്. ഇപ്പം നമ്മുടെ മസാല ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് വേറൊരു കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റും. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം പിന്നെ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. സവാളയൊന്ന് ഇച്ചിരി ഒന്ന് വാട്ടിയതിന് ശേഷം പിന്നെ വെണ്ടയ്ക്കയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കുറേ സമയം എടുത്ത് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വഴന്ന് കിട്ടാനായിട്ട്. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചപ്പാത്തിയുടെ കൂടെ ഇവിടുത്തെ ഇളയാക്കി ഇത് ഭയങ്കര ഇഷ്ടമാണ്. മെഴുക്കുവരട്ടി പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ അങ്ങ് വെക്കും. അപ്പോൾ അത് കുറേ സമയം എടുക്കുമല്ലോ ഒന്ന് വഴന്ന് വരാൻ. അതുകൊണ്ട് അപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നോണ്ടേ അരിയും കൂടെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞ് ഞാനതങ്ങ് ഓഫാക്കി അടച്ചിടും. പിന്നെ കാബേജ് അരിഞ്ഞ് വെച്ചായിരുന്നു. കാബേജ് തോരനാണ് വെക്കുന്നത്. സവാളയും തേങ്ങയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടിയും കാബേജ് ഇട്ട് കൊടുത്ത് കുറേ നേരം ഇങ്ങനെ ഇട്ട് ഇളക്കിയതിന് ശേഷമേ ഞാൻ ഉപ്പിട്ട് കൊടുക്കത്തുള്ളേ. ആദ്യമേ അങ്ങ് ഉപ്പിടുവാണെങ്കിൽ ചില കാബേജിൽ ഭയങ്കരമായിട്ട് വെള്ളം കാണും. അത് അന്നേരമാണ് ഇത് കുഴഞ്ഞ് ഇരിക്കുന്നത്. അപ്പം ഞാനത് ഹൈ ഫ്ലെയിമിലത് കുറേ നേരം ഇളക്കിയതിന് ശേഷം ഉപ്പിട്ടിട്ട് നമ്മുടെ കാബേജ് തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പം കുറച്ച് മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് പുഴുങ്ങാനായിട്ട് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് എൻ്റെ ആഹാരം ഇച്ചിരി ഉപ്പുനീരൂടെ ഉണ്ടാക്കും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടേ.